സ്പേസ് ഫ്രെയിം ട്രസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർ കണക്റ്റഡ് മെമ്പേഴ്സ് കൊണ്ട് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കോംപ്ലിക്കേറ്റഡ് ഷേപ്പുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇത് വെച്ച് നമുക്ക് ബിഗ് സ്പാൻ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈക്ക് ഇത് ഒരു എസ്തെറ്റിക്കലി മോഡേൺ ആയിട്ട് ഫീൽ ചെയ്യും. എങ്ങനെയാണ് ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് റേറ്റിൽ മോഡൽ ചെയ്യുന്നത്? അത് പോസിബിൾ ആണ്? We achieved this with a combined use of massing and dynamo. ഇത് മോഡൽ ചെയ്തിരുന്ന ടൈമിൽ നമ്മൾ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിരുന്നു. ആക്ച്വലി ഈ സ്ട്രക്ചർ ഒരു ഡബിൾ കർവേച്ചർ ഉള്ളതായിരുന്നു. സോ ആ കർവേച്ചർ ഉള്ളത് കൊണ്ട് നമുക്ക് മാനുവലി ഇത് മോഡൽ ചെയ്ത് പോസിബിൾ അല്ല. സോ ദാറ്റ്സ് വൈ വി ഗോ ഫോർ സം കൈൻഡ് ഓഫ് ഓട്ടോമേഷൻ ആൻഡ് മാസിംഗ്. ഈ ഡൈനാമോ ഓട്ടോമേഷൻ യൂസ് ചെയ്തിട്ട് എത്ര ടൈം സേവ് ചെയ്യാൻ പറ്റി? വിത്തിൻ 3 days നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷെ മാനുവലി ഇത് മോഡൽ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് മാനുവലി ചെയ്യാൻ. പക്ഷെ അപ്രോക്സിമേറ്റ്ലി ഇതൊരു 2 weeks അബവ് എടുക്കും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. നമുക്ക് ഈ സെയിം സ്ക്രിപ്റ്റ് വെച്ചിട്ട് അപ്പോൾ സിമിലർ സ്ട്രക്ചേഴ്സ് മോഡൽ ചെയ്യാൻ പോസിബിൾ ആണ്? പോസിബിൾ ആണ്. നമുക്ക് ഇതേ പാറ്റേണിലുള്ള സ്പേസ് ഫ്രെയിംസ് നമുക്ക് ചെയ്യാൻ പറ്റും.